നമസ്കാരം. ഇന്ന് നിങ്ങളുടെ മുമ്പ് പരിചയപ്പെടുത്തുന്നത് മറ്റൊരു യോഗവിദ്യയാണ്. അതായത് നമ്മുടെ എല്ലാവർക്കും അറിയാം, 2000 വർഷങ്ങളായിട്ട് ഈ ഭൂമിയിൽ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്ന് പറയപ്പെടുന്ന, ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് റിയല, ജീവിച്ചിരിക്കുന്നു എന്ന് പറയപ്പെടുന്ന ബാബാജി, അദ്ദേഹം ഫോളോ അപ്പ് ചെയ്ത ഒരു മഹത് യോഗ വിദ്യയുണ്ട്. ഇതിൻ്റെ പേര് ക്രിയായോഗ. ഇന്ന് പ്രഗത്ഭന്മാരായ പലരും, ഇപ്പോൾ ശ്രീ എം, നടൻ രജനീകാന്ത്, അങ്ങനെ പലരും അഭ്യസിക്കുന്ന ഒരു യോഗവിദ്യ. ഞാനും അത് വർഷകാലങ്ങൾ അഭ്യസിച്ച ഒരു മഹത് വിദ്യയാണ്. ഇവിടെ ഞാൻ പറഞ്ഞിരിക്കുന്ന എല്ലാ യോഗവിദ്യകളും ഞാൻ അഭ്യസിച്ചതാ. അപ്പൊ അതുകൊണ്ട് ഈ യോഗവിദ്യകളുടെ പ്രസക്തി എന്താണെന്ന് വ്യക്തമായിട്ട് എനിക്കറിയാം. അപ്പൊ ക്രിയായോഗ എന്നാൽ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടോ, ജ്ഞാനയോഗ, കർമ്മയോഗ, ഭക്തിയോഗ, ക്രിയായോഗ, എല്ലാം ക്രിയകളിലൂടെ നമ്മൾ നമ്മുടെ ശരീരത്തെ, പ്രാണനെ വശപ്പെടുത്തി അതിലൂടെ ജീവനെ അന്തർലീനമായി ഉള്ളിലേക്ക് കൊണ്ടുപോയി ആത്മാവിലേക്ക് ലയിപ്പിക്കാൻ നമ്മൾ ക്രിയകളിലൂടെ ചെയ്യുന്ന ഒരു യോഗവിദ്യയാണ് ക്രിയായോഗ. ഇതിൽ 144 ക്രിയകൾ ഉണ്ടായിരിക്കും. പക്ഷെ ആ 144 ക്രിയകളും എല്ലാവരും അഭ്യസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ കാണില്ല. അപ്പോൾ വളരെ കഷ്ടത നിറഞ്ഞ ഒരു യോഗവിദ്യയാണോ ആണ്. അപ്പൊ അതിൽ 2 സെക്ഷൻസ്, ഒന്ന് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ, വെളിയിലൂടെ നമ്മൾ ചെയ്യുന്നതും ഉള്ളിലൂടെ ചെയ്യുന്നതുമായ 2 വിധമായ യോഗവിദ്യകൾ ക്രിയായോഗയിൽ ഉണ്ട്. അപ്പൊ വളരെയധികം ശ്രദ്ധയോടുകൂടിയും വളരെയധികം ധ്യാനനിരതനായിരുന്നു ചെയ്യാൻ പറ്റുന്ന ഒരു യോഗവിദ്യയാണ് ക്രിയായോഗ. ക്രിയ എന്നാൽ പ്രവൃത്തി എന്നർത്ഥം. അപ്പൊ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളിലൂടെ മനസ്സിനെ കൺട്രോൾ ചെയ്ത് ആ പ്രവർത്തനത്താൽ ആത്മാവിലേക്ക് പോയി അതിലൂടെ ധ്യാനനിരതനായി സമാധിയിലേക്ക് പോകുന്ന ഒരു സ്റ്റേജ്. അപ്പൊ അത് ക്രിയായോഗയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒന്ന്. ക്രിയായോഗ ചെയ്താൽ എന്താണ് നേട്ടം എന്ന് പലരും ചോദിക്കാറുണ്ട്. ക്രിയായോഗ ചെയ്താലുള്ള നേട്ടം പറഞ്ഞു ബാബാജി 2000 വർഷങ്ങൾ കൊണ്ട് ഈ ഭൂമിയിൽ ഇപ്പോഴും ഇരിക്കുന്നു എന്ന് പറയുന്നത് പോലെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ ലോകം എത്ര കാലം ഇരിക്കുമോ അത്ര കാലവും നിങ്ങൾക്ക് ജീവിച്ചിരിക്കുവാൻ ഈ ശരീരത്തോടു കൂടി തന്നെ സാധിക്കും എന്നുള്ളതാണ് ക്രിയായോഗയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു വിഷയം. അപ്പൊ അതുകൊണ്ട് അതിനെ നല്ല രീതിക്ക് അഭ്യസിക്കുവാൻ ഒരു മഹത്തായ ഒരു ഗുരുവിന്റെ കീഴിൽ അഭ്യസിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു എളിയ അഭ്യർത്ഥന. കാരണം ക്രിയായോഗം മാത്രം ചെറുതായിട്ട് അറിയാം, അങ്ങനെ അറിയാം, ഇങ്ങനെ അറിയാം, അത് ചെയ്യാം, ഇത് ചെയ്യാം എന്ന് പറയുന്നവരുടെയൊക്കെ പോയി പഠിക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ക്രിയായോഗ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സാധനം. ആ ക്രിയ കൃത്യമായിട്ട് പഠിപ്പിക്കുന്ന ഒരു ഗുരുവിന്റെ കീഴിൽ ചെന്ന് ക്രിയായോഗ അഭ്യസിക്കുക. കാരണം അങ്ങനെ ക്രിയായോഗ അഭ്യസിച്ച് നിങ്ങൾക്ക് സമാധി എന്ന അവസ്ഥയിലേക്ക് ശരീരത്തെ സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ ദീർഘകാലം ഈ ഭൂമിയിൽ നിങ്ങൾക്കും ബാബാജിയെ പോലെ ഇരിക്കാൻ കഴിയും എന്നുള്ളതാണ് എനിക്ക് നിങ്ങൾക്ക് തരാനുള്ള നിർദ്ദേശം. അപ്പൊ അതുകൊണ്ട് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ ആഗ്രഹിക്കുന്നവരോ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യുക. കാരണം ഇതിലുള്ള ഒരു വിഷയം എന്തെന്ന് പറഞ്ഞാൽ, ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നു കൂടുതൽ അറിയാൻ ഉണ്ടവരെല്ലാം എന്നെ കോണ്ടാക്ട് ചെയ്യാന്ന്. കാരണം ഇത് ഒരു വീഡിയോയിലൂടെയോ അല്ലെങ്കിൽ യൂട്യൂബിലൂടെയോ ഓൺലൈനിലൂടെയോ പഠിപ്പിക്കുന്ന വിദ്യകളല്ല. പലരും ചെയ്യാറുണ്ട്. പക്ഷെ അത് ഈ വിദ്യകളൊന്നും, യോഗവിദ്യകളൊന്നും തന്നെ ഓൺലൈൻ പഠിക്കുന്ന സാധനമല്ല. അതുകൊണ്ടാണ് ഇത് ഗുരുകുല വിദ്യയിൽ പണ്ട് സൂക്ഷിച്ചിരുന്നത്. ഈ ഓൺലൈനിൽ പഠിക്കുന്നത് കൊണ്ടാണ് ഇപ്പൊ ആർക്കും ഒരു വിദ്യകളും കരസ്ഥമാകാത്തത്. അപ്പൊ അതുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും പഠിക്കാനും ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെന്നെ താഴെ കാണുന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി എൻ്റെ നന്ദിയും ആത്മാർത്ഥമായ കടപ്പാടും അറിയിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയിലേക്ക് കാണും വരെ നിങ്ങളേവർക്കും നന്ദി, നമസ്കാരം.